നമസ്കാരം, എല്ലാവർക്കും സമയം മലയാളത്തിലേക്ക് സ്വാഗതം. വാക്സ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ചർമ്മം കൂടുതൽ സ്മൂത്തും ഈവനുമാകുകയാണ് ചെയ്യുന്നത്. ചർമ്മത്തിലെ അനാവശ്യമായ ഹെയർ നീക്കം ചെയ്യുന്നതിനോടൊപ്പം ഡെഡ് സെൽസ് നീക്കം ചെയ്യാനും ഇത് സഹായിക്കും. പുറത്തുനിന്ന് വാക്സ് വാങ്ങിയാണ് നാം പലപ്പോഴും ഉപയോഗിക്കാറ്. ഇത്തവണ വീട്ടിലൊരു വാക്സ് തയ്യാറാക്കിയാലോ? വെറും വാക്സ് അല്ല, ഷുഗർ വാക്സ് ആണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇതിനായിട്ട് വേണ്ട ചേരുവകൾ: പഞ്ചസാര. ചർമ്മത്തിന്റെ ഉപരിതലത്തിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാത്ത രീതിയിൽ ഹെയർ റിമൂവ് ചെയ്യാൻ പഞ്ചസാര കൊണ്ടുള്ള വാക്സ് സഹായിക്കും. തേനും നാരങ്ങാനീരും ചേർത്ത് ഹെയർ റിമൂവലിനായി പ്രകൃതിദത്തമായ സൊല്യൂഷൻ തയ്യാറാക്കാനാകും. വേരിൽ നിന്ന് ഹെയർ നീക്കം ചെയ്യാൻ ഇത് സഹായിക്കും. നാരങ്ങാനീര്. പഞ്ചസാര ഉരുക്കിയ ശേഷം അത് കട്ടിയുള്ളതായി മാറുന്നത് തടയാനായിട്ട് നാരങ്ങാനീര് സഹായിക്കും. ഇനി എങ്ങനെയാണ് വാക്സ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് സ്റ്റവിൽ ഒരു പാൻ വെക്കുക. ഇതിലേക്ക് 3 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ തേൻ എടുക്കുക. ഈ ഒരു വലിയ സ്പൂൺ അളവിലാണ് എല്ലാ ചേരുവകളും എടുക്കുന്നത്. തേനും ഈ സ്പൂൺ അളവിൽ എടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടുത്തതായി 1 സ്പൂൺ നാരങ്ങാ നീരെടുക്കുക. ഇതും പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. അവസാനത്തെ ചേരുവ വെള്ളമാണ്. 1 സ്പൂൺ വെള്ളവും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൃത്യമായി തന്നെ അളന്നെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതെല്ലാം പാകത്തിനാകുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. തീ കുറച്ചിട്ടിട്ട് വേണം ഇതെല്ലാം ചെയ്യാനായിട്ട്. ഏകദേശം 15 മിനിറ്റ് ആകുമ്പോഴേക്കും നല്ല ഒരു പാകത്തിന് ഇത് കിട്ടും. അങ്ങനെ കിട്ടിയാൽ തീ ഓഫ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇത് കുറച്ചു നേരം തണുക്കാനായിട്ട് മാറ്റിവെക്കാം. തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിത് കിട്ടും. ഈ വാക്സ് കട്ടിയുള്ള ഒരു പ്ലാസ്റ്റിക് ജാറിലേക്കോ അല്ലെങ്കിൽ ഗ്ലാസ് ജാറിലേക്കോ മാറ്റിവെക്കാവുന്നതാണ്. ഉപയോഗിക്കുന്നതിന് മുൻപ് ഡബിൾ ബോയിൽ മെത്തേഡ് ഉപയോഗിച്ച് ചെറുതായി ഒന്ന് ചൂടാക്കണമെന്ന് മാത്രം. എത്ര എളുപ്പത്തിനാണ് വാക്സ് തയ്യാറാക്കിയതെന്ന് കണ്ടില്ലേ? യാതൊരുവിധ കെമിക്കൽസും ഈ ഒരു വാക്സിൽ അടങ്ങിയിട്ടില്ല. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.